നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ തനുശ്രീ. പ്രധാന വാർത്തകൾ. ഭരണത്തിന്റെ സ്വാദ് ശരിയായ തോതിൽ അനുഭവിക്കാൻ നാട്ടിലെ ജനങ്ങൾക്ക് കഴിയണമെന്ന് പിണറായി വിജയൻ. വിഴിഞ്ഞത്ത് കേന്ദ്രം വിവേചനപരമായ സമീപനം സ്വീകരിക്കുന്നുവെന്ന് മന്ത്രി വി.എൻ. വാസവൻ. കെ.പി.സി.സി പ്രസിഡന്റിനെ മാറ്റേണ്ട സാഹചര്യം ഇപ്പോഴില്ലെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. വടക്കാഞ്ചേരിയിലെ വിദേശ മദ്യവിൽപ്പനശാല വീണ്ടും വിവാദത്തിൽ. വനം വകുപ്പിനായി എം.എൽ.എ ഫണ്ടിൽ നിന്നും അനുവദിച്ച വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു. കെ.പി.സി.സി പുനഃസംഘടനാ വാർത്തകളോട് പ്രതികരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ. അനാവശ്യ വിവാദം വേണ്ട, നടിക്കെതിരെയുള്ള പരാമർശം പിൻവലിച്ച് മന്ത്രി ശിവൻകുട്ടി. വാർത്തകൾ വിശദമായി. ഭരണത്തിന്റെ സ്വാദ് ശരിയായ തോതിൽ അനുഭവിക്കാൻ നാട്ടിലെ ജനങ്ങൾക്ക് കഴിയണമെന്നും അതിനുള്ള സാഹചര്യം ഒരുക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഭരണത്തിന്റെ സ്വാദ് ശരിയായ തോതിൽ അനുഭവിക്കാൻ നാട്ടിലെ ജനങ്ങൾക്ക് കഴിയണമെന്നും അതിനുള്ള സാഹചര്യം ഒരുക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. തിരുവനന്തപുരം വിമൻസ് കോളേജിൽ നടന്ന കരുതലും കൈത്താങ്ങും താലൂക്ക് തല അദാലത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേഗത കുറവെന്ന പരാതി ഉണ്ടാക്കാതെ കാര്യങ്ങൾ തീർപ്പാക്കണം. വഴിവിട്ട നടപടികൾക്ക് പ്രത്യേക അവകാശമുണ്ടെന്ന പെരുമാറ്റ രീതിയിൽ ചില ഓഫീസുകളിലും മേഖലകളിലുമുണ്ട്. അത് നാട് ആഗ്രഹിക്കുന്ന കാര്യമല്ല. സർക്കാർ അത് അംഗീകരിക്കുകയുമില്ല. ഇത്തരം രീതികളിൽ സർക്കാർ കർക്കശ നിലപാട് സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഉദ്യോഗസ്ഥർ അർപ്പണബോധത്തോടെ കാര്യങ്ങൾ നിർവഹിക്കണം. ഫയലുകൾ ഇപ്പോഴും കെട്ടിക്കിടക്കുന്ന സ്ഥിതിയുണ്ട്. അത് അവസാനിപ്പിക്കാൻ സർക്കാർ വലിയ ശ്രമം നടത്തും. സെക്രട്ടേറിയറ്റിലും മറ്റ് ഓഫീസുകളിലും ഇതിനായി ഇടപെടലുകളുണ്ടാകും. ജനങ്ങളുടെ ദാസന്മാരായാണ് വിവിധ ഓഫീസുകളിലെ ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കേണ്ടത്. പ്രശ്നപരിഹാരത്തിനായി ജനങ്ങൾ ബുദ്ധിമുട്ടരുത്. സേവനം ജനങ്ങളുടെ അവകാശമാണ്. അതിനാലാണ് സർക്കാർ ഓഫീസുകളിലെത്തിയ വേളയിൽ ഓരോ ഫയലും പിന്നിലും ഓരോ ജീവിതമുണ്ടെന്ന് ജീവനക്കാരെ ഓർമ്മപ്പെടുത്തിയത്. ജനങ്ങളെ സഹായിക്കുന്നതിന് ഓൺലൈൻ സംവിധാനം ശക്തിപ്പെടുത്തും. 800-ലധികം സേവനങ്ങൾ നേരത്തെ ഓൺലൈൻ ആക്കിയിരുന്നു. ഏറ്റവും അധികം ജനങ്ങൾ സഹായം തേടിയെത്തുന്ന പഞ്ചായത്ത് റവന്യൂ തലത്തിലാണ് കൂടുതൽ ഓൺലൈൻ സേവനങ്ങൾ നടപ്പിലാക്കിയത്. ജനങ്ങൾക്കായി നടപ്പാക്കുന്ന നല്ല കാര്യങ്ങൾ അവർ അറിഞ്ഞുപോയാൽ സർക്കാരിന് ഗുണകരമായല്ലോ എന്ന് ചിന്തിക്കുന്ന ചിലരുണ്ട്. ആരോഗ്യപരമായ സമീപനങ്ങളെ സ്വീകരിക്കുകയും കലവറയില്ലാത്ത സഹകരണം നൽകുകയും ചെയ്യുന്ന നടപടി നമ്മുടെ നാട്ടിൽ സംഭവിക്കാറില്ല. ചിലരുടെ താല്പര്യം സംരക്ഷിക്കുന്ന പ്രത്യേക തരത്തിലെ പ്രചരണമാണ് അത്തരം സന്ദർഭങ്ങളിൽ നടക്കുക. നെഗറ്റീവ് ചിന്തയും നിഷേധാത്മക നിലപാടും വളർത്തിക്കൊണ്ടുവരികയാണ് അത്തരക്കാരുടെ ലക്ഷ്യം. എന്നാൽ ജനങ്ങൾ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ വിധിയെഴുത്ത് നടത്തുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സർക്കാർ നടപ്പാക്കിയ നല്ല കാര്യങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന രീതി തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കരുതലും കൈത്താങ്ങും താലൂക്ക് തല അദാലത്തുകൾ കഴിഞ്ഞ വർഷം നടത്തിയിരുന്നു. കഴിഞ്ഞ തവണ ജനങ്ങൾ വലിയ തോതിൽ ഇതുമായി സഹകരിച്ചു. ഇത്തവണയും ആളുകൾ അദാലത്തിലേക്ക് നല്ല രീതിയിൽ വരുന്നുണ്ട്. നേരത്തെ മന്ത്രിസഭയാകെ മേഖലാ തലത്തിലെത്തി യോഗങ്ങൾ നടത്തി ജില്ലയിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയതായും മുഖ്യമന്ത്രി പറഞ്ഞു. വിഴിഞ്ഞത്ത് കേന്ദ്രം വിവേചനപരമായ സമീപനം സ്വീകരിക്കുന്നുവെന്ന് മന്ത്രി വി.എൻ. വാസവൻ. വിഴിഞ്ഞത്ത് കേന്ദ്രം വിവേചനപരമായ സമീപനം സ്വീകരിക്കുന്നുവെന്ന് മന്ത്രി പി.എൻ. വാസവൻ. വിഴിഞ്ഞം VGF ഫണ്ടുമായി ബന്ധപ്പെട്ടാണ് മന്ത്രിയുടെ വിമർശനം. സംസ്ഥാനത്തിന് അർഹതപ്പെട്ടത് കേന്ദ്രം തരുന്നില്ല. കേന്ദ്ര സർക്കാരിന്റെ സമീപനം വിഴിഞ്ഞം തുറമുഖത്തിന്റെ കമ്മീഷനെ ബാധിക്കില്ല. 1 രൂപ പോലും ഇതുവരെ നിർമ്മാണത്തിന് കേന്ദ്രം മുടക്കിയിട്ടില്ല. അതേസമയം തൂത്തുക്കുടി പദ്ധതിക്ക് കേന്ദ്രം ഗ്രാന്റ് നൽകുന്നുണ്ട്. കസ്റ്റംസ് ഡ്യൂട്ടി, GST ഇനങ്ങളിൽ ലഭിക്കുന്ന വരുമാനത്തെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ മറച്ചുപിടിക്കുകയാണ്. വയനാടിനോടുള്ള കേന്ദ്ര വിവേചനം ചർച്ചയാകുമ്പോഴാണ് വിഴിഞ്ഞം VGF വിഷയത്തിലെ പ്രശ്നമെന്നും മന്ത്രി പറഞ്ഞു. കെ.പി.സി.സി പ്രസിഡന്റിനെ മാറ്റേണ്ട സാഹചര്യം ഇപ്പോഴില്ലെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. കെ.പി.സി.സി പ്രസിഡന്റിനെ മാറ്റേണ്ട സാഹചര്യം ഇപ്പോഴില്ലെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പിലും അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഇപ്പോൾ പാർട്ടിയെ നയിക്കാനുള്ള ആരോഗ്യവും കെ സുധാകരനുണ്ട്. തൃശൂർ DCCയിൽ പുതിയ അധ്യക്ഷൻ വരണം. ലൈസൻ കമ്മിറ്റിക്കും ചെയർമാൻ ഇല്ല. അത് രണ്ടും അടിയന്തരമായി നടപ്പാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പാർട്ടിയുടെ മറ്റു നേതൃത്വത്തിലേക്ക് യുവാക്കൾ വരട്ടെ. പക്ഷേ പ്രസിഡന്റിനെ മാറ്റേണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മുനമ്പം വിഷയത്തിൽ UDFന്റെയും പാർട്ടിയുടെയും നിലപാട് വ്യക്തമാണ്. അവിടെ താമസിക്കുന്നവരെ കുടിയൊഴിപ്പിക്കാൻ പാടില്ല. വസ്തുവിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് സർക്കാരാണെന്നും കെ മുരളീധരൻ പറഞ്ഞു. വടക്കാഞ്ചേരിയിലെ വിദേശ മദ്യവിൽപ്പനശാല വീണ്ടും വിവാദത്തിൽ.
വിവാദമായ വടക്കാഞ്ചേരിയിലെ വിദേശ മദ്യ ഷോപ്പ് മറ്റൊരു വിവാദത്തിൽ. കൺസ്യൂമർ ഫെഡിന്റെ വിദേശ മദ്യ വിൽപ്പനശാല നേരത്തെ ഉണ്ടായിരുന്ന സ്ഥലത്തു നിന്നും പ്രായമായ ഡോക്ടർ ദമ്പതിമാർ താമസിക്കുന്ന സ്ഥലത്തിനരികെയും സ്വകാര്യ ആശുപത്രിക്കടുത്താണെന്നും ചൂണ്ടിക്കാട്ടി ഇവർ മുഖ്യമന്ത്രി പിണറായി വിജയനും എക്സൈസ് വകുപ്പ് മന്ത്രിക്കും പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടന്നു വരുന്നതിനിടയിലാണ് നേരത്തെ വിദേശ മദ്യ ഷോപ്പ് പ്രവർത്തിച്ചിരുന്ന കെട്ടിട ഉടമ കോടതിയെ സമീപിച്ചിട്ടുള്ളത്. കൺസ്യൂമർ ഫെഡിന്റെ ജനറൽ മാനേജറും സ്ഥലമുടമയുമായി ഉണ്ടായിരുന്ന കരാർ പ്രകാരം ഓഗസ്റ്റ് 31, 2026 വരെ വിദേശ മദ്യ ഷോപ്പ് പഴയ സ്ഥലത്ത് പ്രവർത്തിക്കാം. പ്രീമിയം കൗണ്ടർ, ലോക്കൽ കൗണ്ടർ എന്നിവയ്ക്കായി താഴെയും മുകളിലുമായി 3050 സ്ക്വയർ മീറ്റർ വിസ്തീർണത്തിലുള്ളതായിരുന്നു പഴയ കെട്ടിടം. പാർക്കിംഗ് സൗകര്യമടക്കമുള്ള സ്ഥലത്ത് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന വിദേശ മദ്യ ഷോപ്പാണ് ചില രാഷ്ട്രീയ ഇടപെടൽ മൂലം ഒരു സുപ്രഭാതത്തിൽ ജനങ്ങളുടെ സ്വൈര്യം കെടുത്തുന്ന സ്ഥലത്തേക്ക് പോയത്. കൺസ്യൂമർ ഫെഡ് നൽകിയ സെക്യൂരിറ്റി തുക മടക്കി ചോദിച്ചപ്പോഴാണ് ഉടമ കോടതിയെ സമീപിച്ചിട്ടുള്ളത്. സ്ഥലം മാറിപ്പോകുന്ന വിവരം മുൻകൂട്ടി നോട്ടീസ് നൽകി ഉടമയെ അറിയിക്കണമെന്നിരിക്കെ ഇത്തരത്തിലുള്ള നടപടിയൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് ഉടമയുടെ വാദം. വടക്കാഞ്ചേരി നഗരസഭയാണ് പുതിയ സ്ഥലത്ത് ആരംഭിച്ച വിദേശ മദ്യ ഷോപ്പിന് അനുമതി നൽകിയിട്ടുള്ളത്. കൺസ്യൂമർ ഫെഡിന്റെ ബോർഡ് കൂടിയെടുത്ത തീരുമാനമല്ല, പുതിയ സ്ഥലത്തേക്ക് മാറ്റിയെന്നതാണ് വിവരം. വനം വകുപ്പിനായി സേവ്യർ ചിറ്റ്ലപ്പിള്ളി MLAയുടെ SD ഫണ്ടിൽ നിന്നും അനുവദിച്ച 11 ലക്ഷം രൂപ ചെലവഴിച്ച് വാങ്ങിച്ച വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം സേവ്യർ ചിറ്റ്ലപ്പിള്ളി MLA നിർവഹിച്ചു. വനം വകുപ്പിനായി സേവ്യർ ചിറ്റിലപ്പള്ളി MLAയുടെ SD ഫണ്ടിൽ നിന്നും അനുവദിച്ച 11 ലക്ഷം രൂപ ചിലവിൽ വാങ്ങിച്ച വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം സേവ്യർ ചിറ്റിലപ്പള്ളി MLA നിർവഹിച്ചു. തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. DFO രവികുമാർ മീണ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ, നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, CV സുനിൽകുമാർ, ലക്ഷ്മി വിശ്വംഭരൻ, സിമി അജിത് കുമാർ, തങ്കമണി ശങ്കുണ്ണി, ഷീല മോഹൻ, മച്ചാട് റേഞ്ച് ഓഫീസർ RA ആനന്ദ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് എനി ടൈം. KPCC പുനഃസംഘടനാ വാർത്തകളോട് പ്രതികരിച്ച് പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ. KPCC പുനഃസംഘടനാ വാർത്തകളോട് പ്രതികരിച്ച പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ, യുവാക്കൾ അസ്വസ്ഥരായി നിലനിൽക്കുന്ന സാഹചര്യമല്ല കോൺഗ്രസിലുള്ളത്. ചെറുപ്പക്കാരാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ ഇരിക്കുന്നത്. കൂടുതൽ സന്ദീപ് വാര്യന്മാർ കോൺഗ്രസിലേക്ക് വരേണ്ടതുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. നേതൃത്വത്തെക്കുറിച്ച് തീരുമാനിക്കേണ്ടത് AICC ആണ്. KPCC അധ്യക്ഷൻ പറഞ്ഞത് KPCC ഭാരവാഹികളുമായി ബന്ധപ്പെട്ട കാര്യമാണെന്നും മാങ്കൂട്ടം കൂട്ടിച്ചേർത്തു. നവീൻ ബാബുവിന്റെ ആത്മഹത്യയല്ല എന്നാണ് താൻ ആദ്യം മുതൽ പറയുന്നത്. സർക്കാർ CBI അന്വേഷണത്തെ എതിർക്കുന്ന എന്തിനാണ്? ആത്മഹത്യ ചെയ്യുമായിരുന്നുവെങ്കിൽ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ അദ്ദേഹം കുടുംബത്തെ കാത്തിരിപ്പിക്കില്ലായിരുന്നു. മുൻകാലങ്ങളിൽ പ്രതിപക്ഷത്തിനെതിരെ എന്തെങ്കിലും ആരോപണങ്ങൾ വന്നാൽ കേസ് CBIക്ക് നൽകുമായിരുന്നുവെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കി. അനാവശ്യ വിവാദം വേണ്ട, നടിക്കെതിരെയുള്ള പരാമർശം പിൻവലിച്ച് മന്ത്രി ശിവൻകുട്ടി. കലോത്സവത്തിന് സ്വാഗത നൃത്തം പരിശീലിപ്പിക്കുന്നതിനായി നടി 5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടുവെന്ന പരാമർശം പിൻവലിച്ച് മന്ത്രി V ശിവൻകുട്ടി. തന്റെ പ്രസ് സെക്രട്ടറിയോടാണ് പ്രതിഫലം ആവശ്യപ്പെട്ടത്. വിഷയത്തിൽ ഇനി ചർച്ചയില്ല. കുട്ടികളുടെ ഉത്സവം അനാവശ്യ വിവാദമാക്കി മാറ്റേണ്ടതില്ലെന്നാണ് നിലപാടെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് അവതരണ ഗാനം പഠിപ്പിക്കാനായി ഒരു നടി 5 ലക്ഷം പ്രതിഫലം ചോദിച്ചതായാണ് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി ആരോപിച്ചിരുന്നത്. കലോത്സവങ്ങളിലൂടെ ഉയർന്നു വന്ന നടിയാണെന്നും അവർക്ക് പണത്തോട് ആർത്തിയും അഹങ്കാരവുമാണെന്നും മന്ത്രി പറഞ്ഞു. നടിയുടെ പേര് വെളിപ്പെടുത്താൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഒരിടവേള. പ്രായം എത്രയായാലും
എം കുമാറിന് മുന്നിൽ മുട്ടുമടക്കാത്തവർ ആരും ഉണ്ടാകില്ല. വാർത്തകൾ തുടരുന്നു. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇലക്ട്രിസിറ്റി ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വടക്കാഞ്ചേരി ഇലക്ട്രിസിറ്റി ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. KPCC സെക്രട്ടറി രാജേന്ദ്രൻ നരങ്ങത്ത് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PG ജയദീപ് അധ്യക്ഷത വഹിച്ചു. SAA ആസാദ്, NR സതീശൻ, TV സണ്ണി, ഋഷി പൽപു, നന്ദിലത്ത് ഗോപാലൻ, VG സുരേഷ് കുമാർ, ജയൻ മംഗലം, ജോണി ചിറ്റിലപ്പള്ളി, KK അബൂബക്കർ, റോയി ചിറ്റിലപ്പള്ളി, ബുഷറ റഷീദ്, ഓമന രവീന്ദ്രൻ, സൈറ ബാനു എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. മുനമ്പത്തേത് വഖഫ് ഭൂമിയാണെന്ന KM ഷാജിയുടെ പ്രസ്താവനയെ പിന്തുണച്ച് ET മുഹമ്മദ് ബഷീർ. മുനമ്പത്തേത് വഖഫ് ഭൂമിയാണെന്ന KM ഷാജിയുടെ പ്രസ്താവനയെ പിന്തുണച്ച് മുതിർന്ന മുസ്ലിം ലീഗ് നേതാവ് ET മുഹമ്മദ് ബഷീർ. മുനമ്പത്തേത് വഖഫ് ഭൂമി തന്നെയെന്ന് അദ്ദേഹം പറഞ്ഞു. പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസമില്ലെന്ന് പറഞ്ഞ് പാണക്കാട് സാദിഖലി തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും മുനമ്പം വഖഫ് ഭൂമിയാണെന്ന വാദം ശരിവച്ചു. മുനമ്പത്തേത് വഖഫ് ഭൂമി തന്നെയാണെന്ന് ആവർത്തിച്ച് രംഗത്ത് വന്ന KM ഷാജി പാണക്കാട് തങ്ങൾ പ്രശ്നത്തിൽ ഇടപെട്ടതിന്റെ കാരണവും വിശദീകരിച്ചതോടെയാണ് ലീഗും കോൺഗ്രസും കൂടുതൽ പ്രതിരോധത്തിലായത്. പിന്നാലെയാണ് മുതിർന്ന നേതാവായ ET മുഹമ്മദ് ബഷീറും ഷാജിയെ പിന്തുണച്ച് രംഗത്ത് വന്നത്. വഖഫ് ഭൂമിയാണെന്ന വാദം പരസ്യമായി ഉന്നയിക്കാതെ പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമമാണ് മുസ്ലിം ലീഗ് നേതാക്കൾ ഇതുവരെ നടത്തിയത്. എന്നാൽ സമുദായ സംഘടനകൾ ഉന്നയിച്ച വാദം കണക്കിലെടുത്ത് ET മുഹമ്മദ് ബഷീറും KM ഷാജിയും രംഗത്ത് വന്നതോടെ പ്രശ്നപരിഹാരത്തിന് മുൻകൈയെടുത്ത പാർട്ടി അധ്യക്ഷനും PK കുഞ്ഞാലിക്കുട്ടിയും പ്രതിസന്ധിയിലായി. വിഷയത്തിൽ മുസ്ലിം ലീഗിൽ ഭിന്നത ഇല്ലെന്നാണ് അവരുടെ വിശദീകരണം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉയർത്തിയ വാദത്തെ തള്ളിയാണ് ETയും KM ഷാജിയും MK മുനീറുമടക്കം നേതാക്കൾ രംഗത്ത് വന്നത്. മുനമ്പം വിഷയത്തിൽ മുസ്ലിം ലീഗിന് വ്യത്യസ്ത അഭിപ്രായമില്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടി. മുനമ്പം വിഷയത്തിൽ മുസ്ലിം ലീഗിന് വ്യത്യസ്ത അഭിപ്രായമില്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടി. പ്രസംഗത്തിന്റെ ശൈലിയെക്കുറിച്ച് ഓരോരുത്തർ പറയുമെന്നും വഖഫ് ഭൂമിയല്ല എന്ന് ആരും പറഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സമസ്ത സമവായത്തിന്റെ ചർച്ച നേരത്തെ തീരുമാനിച്ചതിൽ അനുസരിച്ച് നടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ആരും വിട്ടുനിൽക്കുമെന്ന് കരുതുന്നില്ലെന്നും നേതൃത്വം വിളിച്ച ചർച്ചയിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് ധിക്കാരമാണെന്നും PK കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു. അകമലയിലെ വാഴക്കൊമ്പൻ ആക്രമണം അങ്ങേയറ്റം ഗുരുതരമായ ഒരു പ്രശ്നമായി മാറിയിരിക്കുന്നുവെന്ന് വടക്കാഞ്ചേരി നഗരസഭാ പ്രതിപക്ഷ നേതാവ് K അജിത് കുമാർ. അകമലയിലെ വാഴക്കൊമ്പൻ ആക്രമണം അങ്ങേയറ്റം ഗുരുതരമായ ഒരു പ്രശ്നമായി മാറിയിരിക്കുന്നുവെന്ന് വടക്കാഞ്ചേരി നഗരസഭാ പ്രതിപക്ഷ നേതാവ് K അജിത് കുമാർ പറഞ്ഞു. ഇത് സംബന്ധിച്ച് ജനപ്രതിനിധി എന്ന നിലയിൽ ആഴത്തിലുള്ള ആശങ്കയാണ് പ്രകടിപ്പിക്കാനുള്ളത്. കഴിഞ്ഞ ദിവസം വനം വകുപ്പ് 5 സംഘങ്ങളായി തിരിഞ്ഞ് തിരച്ചിൽ നടത്തിയിട്ടും കണ്ടെത്താനാകാത്ത വാഴക്കൊമ്പൻ ഇന്ന് പുലർച്ചെ ചേലക്കര മണ്ഡലത്തിൽ വാഴക്കോട് കൃഷി നശിപ്പിച്ച സംഭവം ഇതിന് തെളിവാണ്. സംസ്ഥാനത്തിന് വനം വകുപ്പിൽ നിന്നും ലഭിക്കുന്ന വൻ തുകയിൽ ഒരു പങ്ക് പോലും ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉപയോഗിക്കുന്നില്ല എന്നത് അതീവ ഗുരുതരമായ സാഹചര്യമാണ്. വനം വകുപ്പിന്റെ വാഹനത്തിന് ഡീസൽ അടിക്കാൻ പോലും പണമില്ലാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. വാഴക്കൊമ്പൻ ആക്രമണം തീവണ്ടിപ്പാളത്തിലും സംസ്ഥാന പാതയിലും പതിവായി ആവർത്തിക്കുന്നത് ജനജീവിതത്തെ ദുരിതത്തിലാക്കുന്നുവെന്നാണ്. ഇലപൊഴിയും ശിശിരത്തിൽ ഡ്രോൺ ഉപയോഗം നിരീക്ഷിക്കുന്നുവെന്ന വന്യജീവി വകുപ്പിന്റെ തീരുമാനം അംഗീകരിക്കാനാകില്ല. യുദ്ധകാല അടിസ്ഥാനത്തിൽ വാഴക്കൊമ്പനെ തുരത്താനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. അല്ലാത്ത പക്ഷം പ്രദേശവാസികളെ സംഘടിപ്പിച്ച് ശക്തമായ പ്രതിഷേധമുയർത്താൻ കോൺഗ്രസ് പാർട്ടി നിർബന്ധിതമാകുന്നുവെന്ന് K അജിത് കുമാർ പറഞ്ഞു. ഗ്രാന്റ് നൽകുന്ന കാര്യങ്ങളിൽ കേന്ദ്രത്തിന് കേരളത്തോട് അവഗണനയെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ഗ്രാന്റ് നൽകുന്ന കാര്യങ്ങളിൽ കേന്ദ്രത്തിന് കേരളത്തിനോട് അവഗണനയെന്ന മന്ത്രി PA മുഹമ്മദ് റിയാസ്. വായ്പാ പരിധി വെട്ടിക്കുറയ്ക്കുകയാണെന്നും എങ്ങനെയൊക്കെ സാമ്പത്തികമായി കേരളത്തെ ഉപദ്രവിക്കാമെന്നതിൽ കേന്ദ്രം ഗവേഷണം നടത്തുകയാണെന്നും അദ്ദേഹം വിമർശിച്ചു. എല്ലാവരും വിഴിഞ്ഞത്തിന്റെ കാര്യങ്ങളിൽ ഒന്നിക്കണം. കോൺഗ്രസും ലീഗും ഇതിൽ കേന്ദ്രത്തിനോടൊപ്പം നിൽക്കുന്നത് ശരിയാണോ? ഇതിൽ ആഹ്ലാദ നൃത്തം ചവിട്ടുന്നത് ശരിയാണോ? ഇത് സംസ്ഥാനത്തെ ബാധിക്കുന്ന വിഷയം. അന്ധമായ ഇടതുവിരോധം കാരണമാണ് ഇങ്ങനെ ചെയ്യുന്നത്. അധികാരത്തിൽ വരാനാണ് ഇതിനെല്ലാം ഇവർ ചെയ്യുന്നത്. ഈ വിഷയത്തെ ആത്മാർത്ഥമായി കാണണം. UDF നേതാക്കൾ ഈ കാര്യത്തിൽ പറയാൻ ഭയമുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് വാതിലടച്ചെങ്കിലും ഒന്നുറക്കെ പറയണം. ഇതിൽ BJP മിണ്ടാത്തത് മനസ്സിലാക്കാം, അദ്ദേഹം പറഞ്ഞു. K സുധാകരനെതിരെയും മന്ത്രി ആഞ്ഞടിച്ചു. K സുധാകരൻ ഇടതുപക്ഷത്തെ തകർക്കുമെന്ന് പറഞ്ഞ് വെടിപൊട്ടിക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. സുധാകരന്റെ നിലപാട് കേരളത്തിൽ കലാപമുണ്ടാക്കാനാണെന്നും
ക്രമസമാധാനം തകർക്കാനാണ് സുധാകരന്റെ ശ്രമമെന്നും മന്ത്രി ആരോപിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഭരണത്തിന്റെ സ്വാദ് ശരിയായ തോതിൽ അനുഭവിക്കാൻ നാട്ടിലെ ജനങ്ങൾക്ക് കഴിയണമെന്ന് പിണറായി വിജയൻ. വിഴിഞ്ഞത്ത് കേന്ദ്രം വിവേചനപരമായ സമീപനം സ്വീകരിക്കുന്നുവെന്ന് മന്ത്രി VN വാസവൻ. KPCC പ്രസിഡന്റിനെ മാറ്റേണ്ട സാഹചര്യം ഇപ്പോഴില്ലെന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. വടക്കാഞ്ചേരിയിലെ വിദേശ മദ്യ വിൽപ്പനശാല വീണ്ടും വിവാദത്തിൽ. വനം വകുപ്പിനായി MLA ഫണ്ടിൽ നിന്നും അനുവദിച്ച വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു. KPCC പുനഃസംഘടനാ വാർത്തകളോട് പ്രതികരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ. അനാവശ്യ വിവാദം വേണ്ട, നടിക്കെതിരെയുള്ള പരാമർശം പിൻവലിച്ച് മന്ത്രി ശിവൻകുട്ടി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.